പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം വാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണ മഥനം യദദ്ധി രാമായണം. എന്താണ് രാമായണമെന്ന് ഈ ഒറ്റ ശ്ലോകത്തിൽ കവി ചുരുക്കി വിവരിച്ചിരിക്കുന്നു. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, കർക്കിടക മാസം സമാഗതമാവുകയാണ്. 1199 കർക്കിടകം 1-ാം തീയതി, അതായത് 2024 ജൂലൈ 16-ാം തീയതി ചൊവ്വാഴ്ച വിശാഖം നക്ഷത്രത്തിൽ കാലത്ത് 11:11 കർക്കിടക രവി സംക്രമം നടക്കുകയാണ്. എന്താണ് ഈ കർക്കിടക മാസത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടതാണ്. സൂര്യൻ കർക്കിടകം രാശിയുടെ സഞ്ചരിക്കുന്ന സമയമാകുന്നു കർക്കിടക മാസം. ഇത് ഋതുക്കളിൽ വർഷ ഋതുവാകുന്നു. ഘോരമായ മഴ പെയ്യുന്ന വർഷ ഋതുക്കളാകുന്നു കർക്കിടകവും ചിങ്ങവും. നാം വളരെയധികം മഴക്കാല രോഗങ്ങളെ ശ്രദ്ധിക്കേണ്ട കാലമാകുന്നു ഈ മാസം. ഏറ്റവുമധികം സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാകുന്നു ഈ മാസക്കാലം. നിത്യേന ഈ കർക്കിടക മാസക്കാലം 2 നേരവും എണ്ണ തേച്ച് കുളിക്കുകയും ഒരു ചിട്ടയായ ഭക്ഷണ ക്രമവും ഈ കർക്കിടക മാസത്തിൽ നാം പാലിക്കേണ്ടതുണ്ട്. വിശേഷിച്ച് യാതൊരു വരുമാനവുമില്ലാതെ വീട്ടിലിരിക്കുന്ന കാലമായതുകൊണ്ടാകാം കർക്കിടക മാസത്തെ നാം പഞ്ഞമാസം എന്ന് പറയുന്നത്. സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങത്തെ വരവേൽക്കാനായി നാം അങ്ങേയറ്റം ദാരിദ്ര്യവും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള കർക്കിടക മാസക്കാലത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്. ഈ പഞ്ഞമാസക്കാലത്തെ മറികടക്കാനാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നാം വീടുകളിലും ദേവാലയങ്ങളിലും പുണ്യഗ്രന്ഥ പാരായണവും സമൂഹ പ്രാർത്ഥനയും ഗണപതി ഹോമവും ഭഗവത് സേവയും മൃത്യുഞ്ജയ ഹോമവുമെല്ലാം നടത്തുന്നത്. ഇതിലൂടെ ആത്മീയവും ഭൗതികവുമായ ഒരു ഉണർവ് ഗൃഹസ്ഥാശ്രമികൾക്കും സമൂഹത്തിനും ലഭിക്കുന്നു. കർക്കിടകത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ അത് ദക്ഷിണായന കാലത്തിൻ്റെ ആരംഭമാകുന്നു. ഉത്തരായണകാലം ദേവന്മാർക്ക് പകലും ദക്ഷിണായന കാലം ദേവന്മാർക്ക് രാത്രിയുമാകുന്നു. ഈ കർക്കിടക മാസക്കാലം ഏറ്റവും പ്രാധാന്യത്തോടെ കർക്കിടക വാവ് പിതൃക്കളുടെ ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട നാളുകളാകുന്നു. കേരളത്തിൽ തിരുനെല്ലി, തിരുനാവായ തിരുവല്ലം പരശുരാമ ക്ഷേത്രവും വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രവും പിതൃകർമ്മങ്ങൾക്ക് വളരെ പ്രസിദ്ധമാണല്ലോ. കേരളത്തിന് പുറത്ത് രാമേശ്വരം, നാസിക് ത്രംബകേശ്വർ, കാശി വിശ്വനാഥ ക്ഷേത്രമെല്ലാം തന്നെ പിതൃകർമ്മങ്ങൾക്ക് സുപ്രസിദ്ധങ്ങളാണ്. ഈ കർക്കിടക മാസം തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, മലപ്പുറം രാമപുര ക്ഷേത്രവും കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനവും വളരെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്താണ് പഴയകാലത്ത് സ്ത്രീകൾ ദശപുഷ്പം ചൂടാറുള്ളത്. അതേ രീതിയിൽ സ്ത്രീകൾക്ക് ശരീരപുഷ്ടിക്കും പ്രസവരക്ഷയ്ക്കും കർക്കിടക കഞ്ഞിയും ആരോഗ്യ സൗഖ്യത്തിനായി പുരുഷന്മാരും സ്ത്രീകളും സുഖചികിത്സയും നടത്തി വരുന്നു. 12 മലയാള മാസങ്ങളിലും അവസാനത്തെ മാസമാകുന്നു കർക്കിടക മാസം. അതിനുശേഷം പുതിയ വർഷം 1200 പിറക്കുകയാണ്.
ഈ വറുതിയുടെ പ്രയാസങ്ങളുടെ കർക്കിടക മാസക്കാലവും പിറക്കാൻ പോകുന്ന സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങമാസക്കാലവും പ്രിയപ്പെട്ട ഡോക്ടർമാരായ ഈ പ്രേക്ഷകർക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു. നാം മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലചിന്തകളാണ് ഇവിടെ നടത്താൻ പോകുന്നത്. 1199 കർക്കിടകം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള, അതായത് 2024 ജൂലൈ 16 മുതൽ 22-ാം തീയതി വരെയുള്ള, ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള 7 ദിനങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി മേടം രാശി. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് ഇന്ന് 2-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും, 4-ാം ഭാവത്തിൽ സൂര്യനും ബുധനും ശുക്രനും, 6-ാം ഭാവത്തിൽ കേതുവും, 7-ാം ഭാവത്തിൽ ചന്ദ്രനും മാന്തിയും, 11-ാം ഭാവത്തിൽ ശനിയും, 12-ാം ഭാവത്തിൽ രാഹുവുമാകുന്നു ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി. ഇവിടെ മേടം രാശിക്കാർക്ക് പ്രായണ രാശിധിപനായ ചൊവ്വ ബലവാനായി ഭാഗ്യാധിപനായ വ്യാഴത്തോടുകൂടെ 2-ാം ഭാവത്തിൽ ദിഗ്രഹ യോഗ കർത്താവായി നിൽക്കുന്നത് മേടം രാശിക്കാർക്ക് വളരെ അനുകൂലമായ സ്ഥിതിയെ പ്രദാനം ചെയ്യുന്നു. യാത്രയ്ക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു മേടം രാശിക്കാർക്ക്. 7-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. യാത്രാസ്ഥാനത്ത് വളരെ അനുകൂലമായ സമയമാണ് സംജാതമാകും. ദദദ്ദാരശം സപ്തമേ ശീതരശ്മിഹി ധനിത്വം ഭവേത് അധ്വവാണിജ്യതോപി. തനിക്ക് ഭാര്യാസുഖം ലഭിക്കുന്നു എന്ന ഒരു കാര്യമായ സന്ദേശം ഈ എഴുന്നേൽക്കുന്ന ചന്ദ്രൻ തരുന്നു. കാരണം ചന്ദ്രൻ സുഖാധിപനാണ്. വൈവാഹിക സുഖങ്ങൾ, വിഷയ സുഖങ്ങൾ തനിക്ക് ലഭിക്കുവാനുള്ള ഒരവസരം ഈ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ പ്രദാനം ചെയ്യുന്നു. അധ്വവാണിജ്യതോപി, വഴിവക്കിൽ കച്ചവടം ചെയ്യുവാനുള്ള യോഗം ചെയ്യുന്നു. അതുകൊണ്ട് മേടം രാശിക്കാർക്ക് വ്യാപാര ആവശ്യങ്ങൾക്കായി എവിടെയും പോയി സെറ്റിൽഡ് ചെയ്യുവാനുള്ള വളരെ അനുകൂലമായ സമയമാകുന്നു. കോയമ്പത്തൂർ, മൈസൂർ, ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിൽ മലബാറിലെ ജനങ്ങൾ ഏറ്റവും അധികം ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ വ്യാപാരത്തിന് ചേക്കേറുവാനുള്ള വളരെ അനുകൂലമായ വാരമാകുന്നു ഇത്. ഏറ്റവും അനുകൂലമായ ദിവസങ്ങളും നൽകുന്നതാണ്. വ്യാപാര വിഷയം നല്ലത്, വിവാഹ വിഷയം നല്ലത്. ഹോരാചാര്യർ 7-ലെ ചന്ദ്രന് പറഞ്ഞിട്ടുള്ള ഫലം ഈഷു തീവ്രമതോ മതേ എന്നാണ്. തീവ്രമായ മതം, രതി, കാമം വരുന്ന സമയമാകുന്നു. പലർക്കും വീടുകളിൽ പോയി ഫാമിലി ലൈഫ് നന്നായി ആസ്വദിക്കുവാനുള്ള സമയമാകുന്നു. ദൂരയാത്രകൾ, മഴക്കാല യാത്രകൾ ഒക്കെ പ്ലാൻ ചെയ്യാം. പക്ഷേ മേടം രാശി ജലത്തിനെ ഭയക്കേണ്ടുന്ന രാശിയാണ്. വെള്ളപ്പൊക്കമുണ്ടാകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നദികളോ കടലോ ക്ഷോഭിക്കുന്ന സ്ഥലങ്ങളിൽ പോയി യുവതി യുവാക്കൾ തങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കുന്നത് സൂക്ഷിച്ച് വേണം. ധാരാളം അപകടങ്ങൾ നാം നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കുക. ഈ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ കുടുംബത്തിലും ജനങ്ങൾക്കും ബന്ധുക്കൾക്കും തന്നോട് അസൂയ എന്ന വികാരം വളരെയധികം ഉണ്ടാകുന്ന വാരമാകുന്നു. നിർബന്ധമായും ഈ വാരത്തിൽ ചൊവ്വാഴ്ച തന്നെ ഒരു ശത്രുസംഹാര കുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നത് മേടം രാശിക്കാർക്ക് വളരെ ആശ്വാസമേകുന്ന സമയമായിരിക്കും. പുത്തൻ വാഹനം ഓടിക്കേണ്ടുന്ന സമയമാണ്. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം എടുക്കാം. വലിയ ചെലവില്ലാതെ വാഹനമൊക്കെ നന്നാക്കാം. തൻ്റെ കൈവശമുള്ള കാശ് ചെറിയ രീതിയിലൊക്കെ ചെലവഴിച്ച് നമുക്ക് നമ്മുടെ ധനത്തെ കുറച്ചുകൂടി സംരക്ഷിക്കാൻ പറ്റുന്ന വാരമാകുന്നു ഇത്. 4-ലെ ബുധൻ നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നു. പലപ്പോഴും ഈ വാരത്തിൽ തങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും രക്ഷകന്മാരായി ഭവിക്കുന്നത്. സുഹൃത്പതിയായ ഗ്രഹമാണ് യാത്രാസ്ഥാനത്ത് നിൽക്കുന്നത്. പലപ്പോഴും സുഹൃത്തുക്കൾ തന്നെ യാത്രക്ക് ക്ഷണിക്കും. താൻ ഇങ്ങോട്ട് വരൂ, ഒരു ജോലി നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് സുഹൃത്തുക്കൾ ക്ഷമിക്കുകയാണെങ്കിൽ നിർബന്ധമായും ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തണം മേടം രാശിക്കാർ. യാത്രയ്ക്ക് ഏറ്റവും അനുകൂലമായ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ദിനങ്ങളാകുന്നു മേടം രാശിക്കാർക്ക്. 17-ാം തീയതി ബുധനാഴ്ച അവിട്ട നക്ഷത്രം വളരെ അനുകൂലമായ ദിവസമാകുന്നു. 19-ാം തീയതി വെള്ളിയാഴ്ച വെളുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയിലുള്ള മൂലം നക്ഷത്രവും 21-ാം തീയതി ഞായറാഴ്ച ഉത്രാട നക്ഷത്രം പൗർണമിയും 22-ാം തീയതി തിങ്കളാഴ്ച
തിരുവോണം നക്ഷത്രവും അനുകൂലമായ ദിവസങ്ങളാകുന്നു. തിരുവോണം നക്ഷത്രം തിങ്കളാഴ്ച 22-ാം തീയതി പ്രഥമാ തിഥിയാകുന്നു. അത് ദാരിദ്ര്യമുള്ള തിഥിയാകുന്നു. പ്രതിപദം സാമ്പത്തികമായ ഇടപെടലുകൾക്ക് 22-ാം തീയതി തിരുവോണം അത്ര അനുകൂലമല്ല. ബാക്കി എല്ലാ കർമ്മങ്ങൾക്കും നിങ്ങൾക്ക് 17, 19, 21, 22 തുടങ്ങിയ 4 ദിവസങ്ങൾ ഏറ്റവും അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ്. കർമ്മമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നും തന്നെ മേടൻ രാശിക്കാർക്ക് കാണുന്നില്ല. 7-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നതിനാൽ ദൂരയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിർബന്ധമായും മുത്തശ്ശിമാർ അല്ലെങ്കിൽ അമ്മമാർ തങ്ങളുടെ കുട്ടികൾക്ക് ദൃഷ്ടിദോഷം മാറാൻ വേണ്ടി കല്ലുപ്പും മുളകും കടുകും ചേർന്ന് ഒരു 21 തവണ ഒഴിയുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം ഇതൊക്കെ പുറത്ത് അഗ്നികോണിൽ തീ കൂട്ടി അവിടെ സമർപ്പിച്ച് കൈയും കാലും മുഖവും കഴുകി വീട്ടിലേക്ക് പ്രവേശിക്കുക. വളരെ അനുകൂലമായ വാരമാകും. ദോഷപരിഹാരത്തിനായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ അഭികാമ്യമാണ്. അതേ രീതിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുസംഹാര മുട്ട് നാളികേരം കൊണ്ട് ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വാരം പ്രായേണ ഒരു മധ്യമ ഫലത്തെ പ്രദാനം ചെയ്യുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ദുരിതങ്ങളുണ്ടാക്കുന്ന അഷ്ടമാധിപനായ വ്യാഴം ഇടവൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ ദുർബലമായി നിൽക്കുകയായിരുന്നു. അവിടെ കഴിഞ്ഞ ജൂലൈ 12-ാം തീയതി ചൊവ്വയുടെ വരവ് ആ വ്യാഴത്തിനെ ഒട്ടൊന്നുമല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക ഇടവൻ രാശിക്കാരെ. ആ ചൊവ്വ ദുർബലനായ വ്യാഴത്തിന് വളരെയധികം ധൈര്യവും ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആത്മശക്തിയെയും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ധാരാളം ശത്രുക്കളെ നേരിടേണ്ടി വരുന്ന സമയമാണിത്. വീട്ടിൽ കലഹമുണ്ടായാൽ അമ്മ സഹോദരങ്ങളോട് കൂടെ നിന്നുകൊണ്ട് നമ്മളുമായി അകന്നു നിൽക്കുന്ന ഒരു വാരമാകുന്നു മുന്നിലുള്ളത്. കാരണം ചന്ദ്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. മാതൃശീലോ തദ്വൽ ന, തനിക്ക് അമ്മയെ പരിചരിക്കേണ്ടുന്ന ശീലമുണ്ടാവുകയില്ല എന്നാണ് അർത്ഥം. 3-ലെ ബുധൻ സാമ്പത്തിക രംഗത്ത് ചില പുത്തൻ പദ്ധതികൾ, സൗഹൃദങ്ങൾ പ്രദാനം ചെയ്യുന്നു. ദാമ്പത്യ വിഷയം അത്രത്തോളം ശോഭനമാകണമെന്നില്ല. 3-ൽ നിൽക്കുന്ന ശുക്രൻ സ്ത്രീജനങ്ങളുമായിട്ടുള്ള രതി കുറയുന്ന സമയമാണ്. അതിനാൽ ദാമ്പത്യ വിഷയം, ചില സ്ത്രീ സൗഹൃദങ്ങൾ ഒക്കെ തന്നെ ഈ വാരം അത്രത്തോളം ഗുണകരമാകണമെന്നില്ല ഇടവം രാശിക്കാർക്ക്. ശത്രുദോഷ പരിഹാരമായി നിർബന്ധമായും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ മുട്ടറക്കണം, ശത്രുസംഹാര കുരുതി ചെയ്യണം. ശത്രു വരും, ശത്രുവിനെ ജയിക്കും, വീണ്ടും ശത്രു വരുമെന്നാണ് 6-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഫലം ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. മൃദുകായ വന്യമദനഃ തീഷ്ണഃ അലസശ്ച അരികെ. സ്വതവേ 6-ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ആലസ്യവും മടിയും കൂടുതലായി വരുന്നതാണ്. സ്വതവേ ഇടവൻ രാശി കാളയാണ്, മെല്ലെ സഞ്ചരിക്കുന്ന മൃഗമാകുന്നു കാള. അതുകൊണ്ട് സ്വതവേ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്ലോനെസ് ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാകാറുണ്ട്. അത് ഈ വാരം കുറച്ചും കൂടി കൂടുന്നതാണ്. മടിയും അലസതയും പിടിച്ച് ഇന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ അതിൻ്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരിക, നമ്മുടെ അന്തസ്സിനും മാന്യതയ്ക്കും നിലക്കാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന സമയവുമാകുന്നു. കർമ്മമേഖല സ്വതവേ ശാന്തമാണ്. അനുകൂലമായ ദിവസങ്ങൾ 17-ാം തീയതി ബുധനാഴ്ച അവിട്ടം നക്ഷത്രം, 19-ാം തീയതി വെള്ളിയാഴ്ച മൂലം നക്ഷത്രം, 21-ാം തീയതി ഞായറാഴ്ച ഉത്രാടം നക്ഷത്രം, 22-ാം തീയതി തിങ്കളാഴ്ച തിരുവോണം നക്ഷത്രം. അതിൽ 22-ാം തീയതി സാമ്പത്തികമായ ഇടപെടലുകൾക്ക് അനുകൂലമല്ല. കാരണം അന്ന് തിഥി പ്രതിപദമാകുന്നു. കറുത്തപക്ഷത്തിലെ ദാരിദ്ര്യമുള്ള പ്രതിപദം തിഥിയാണ്. സാമ്പത്തിക ഇടപെടലുകൾ ഒഴിച്ച് മറ്റെല്ലാ കാര്യത്തിനും മേൽപ്പറഞ്ഞ 4 ദിവസങ്ങൾ അനുകൂലമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു വാരം നേരുന്നു. അടുത്തതായി മിഥുനൻ രാശി. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന രാശിയാകുന്നു മിഥുനൻ രാശി. ഇന്ന് പ്രായണ മിഥുനൻ രാശിയിൽ സൂര്യൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നു.
അവിടെ ബുധനും ശുക്രനുമുണ്ട്. 4-ാം ഭാവത്തിൽ കേതു, 5-ാം ഭാവത്തിൽ ചന്ദ്രൻ, മാന്തി, 9-ാം ഭാവത്തിൽ ശനി, 10-ാം ഭാവത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഒരു പരിവർത്തനയോഗ കർത്താവാണ്. ശുക്രക്ഷേത്രത്തിൽ ചന്ദ്രനും ചന്ദ്രക്ഷേത്രത്തിൽ ശുക്രനും നിൽക്കുന്ന ഒരു സവിശേഷത ഈ വാരത്തിനുണ്ട്. 5-ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ അത് വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാണ്. യഥാ പഞ്ചമേ യസ്യ നക്ഷത്രനാഥോ ദദാദീഹ സന്താന സന്തോഷമേവ. സന്താനങ്ങളെ കൊണ്ട് സന്തോഷമുണ്ടാകുന്നു. അല്ലെങ്കിൽ യുവതികൾക്ക് ഗർഭം ധരിക്കുവാനുള്ള അനുകൂലമായ ഒരു വാരമാകുന്നു ഇത്. മതിം നിർമ്മലാം രത്നലാഭഞ്ച ഭൂമിയും. ചില വിശേഷപ്പെട്ട ആനുകൂല്യങ്ങളും ഭൂമിയും ലഭിക്കുന്നു. നിർമ്മലമായ ബുദ്ധി ഉപയോഗിക്കുന്നു. സ്കോളേഴ്സ്, ഗവേഷകർ, പഠിതാക്കൾ, റിസർച്ച് വർക്ക് ചെയ്യുന്നവർ, ഹയർ സ്റ്റഡീസ്, ഇവർക്കൊക്കെ തന്നെ ഈ ചന്ദ്രൻ നല്ല ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നു. 2-ലെ ആദിത്യന് സാമ്പത്തിക വിഷയത്തിൽ നാം വളരെയധികം ശ്രദ്ധ പാലിക്കണം. ലാഭം എന്ന് കരുതി ചെയ്യുന്ന പല പ്രവൃത്തികളും അവസാനം വിഫലമായി പോകുന്നു. അതേ രീതിയിൽ 12-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ദുർവ്യയത്തെ സൂചിപ്പിക്കുന്നു. ലാഭം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ ചൊവ്വ വ്യയസ്ഥാനത്ത് വരുമ്പോൾ ദുർവ്യയം വരുന്നു. അത് 6-ാം ഭാവത്തിന് അധിപനാകുന്നു. 6-ാം ഭാവം ഋണം കടമാകുന്നു. കടം വാങ്ങി വ്യാപാരം ഒന്നും ചെയ്യേണ്ട ഈ വാരത്തിൽ. കർമാധിപനായ വ്യാഴവും അത്ര അനുകൂലമായല്ല 12-ാം ഭാവത്തിൽ ചൊവ്വയോടുകൂടി നിൽക്കുന്നത്. അതിനാൽ പലപ്പോഴും സാമ്പത്തിക പ്രയാസങ്ങളും ഗാർഹികമായ പ്രയാസങ്ങളും വളരെയധികം അനുഭവിക്കേണ്ടി വരുന്ന വാരമാകുന്നു ഇത്. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനും ശുക്രനും നല്ല വാക്യങ്ങളിലൂടെ കാര്യങ്ങൾ നേടുവാൻ പ്രാപ്തരാക്കുന്ന വാരവുമാകുന്നു. അത് പ്രത്യേകിച്ച് പ്രൊഫറ്റ്സ്, പ്രചാരകന്മാർ, പ്രവാചകർ, അധ്യാപകർ, പാട്ടും പ്രസംഗവും നടത്തി ഉപജീവനമാർഗം കണ്ടെത്തുന്നവർക്ക്, അധ്യാപകർക്കും വളരെ അനുകൂലമായ വാരമാകുന്നു. ഇവിടെ ദോഷപരിഹാരമായി 12-ാം ഭാവത്തിലെ ചൊവ്വയ്ക്കും വ്യാഴത്തിനും പരിഹാരം ചെയ്യുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, കർമ്മമുട്ടും ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം, സുദർശന പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക. ഏറ്റവും അനുകൂലമായ സമയമാകുന്നു 17-ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം, 19-ാം തീയതി വെള്ളിയാഴ്ച മൂലം നക്ഷത്രം, 21-ാം തീയതി ഞായറാഴ്ച കാലത്ത് ഉത്രാടം നക്ഷത്രം 11 മണി വരെ. ഈ ദിനങ്ങൾ വളരെ അനുകൂലമാക്കിയെടുക്കാം. 21-ാം തീയതി 11 മണിക്ക് ശേഷമുള്ള സമയവും 22-ാം തീയതി തിങ്കളാഴ്ച തിരുവോണം നക്ഷത്രവും മിഥുനൻ രാശിക്കാരുടെ അഷ്ടമരാശി കൂറാകുന്നു. ഒരു കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പാടില്ല. യാത്രയായാലും സാമ്പത്തികമായ വിഷയമായാലും 21, 22 തീയതികൾ അത്ര അനുകൂലമല്ല മിഥുനം രാശിക്കാർക്ക്. എല്ലാ മിഥുനൻ രാശിക്കാർക്കും ശോഭനമായ ഒരു വാരം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.